സൊലാന ബ്ലോക്ക് ചെയിനിൽ നിങ്ങൾ അത്യാവശ്യം ട്രേഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ NFTs ഒക്കെ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സൊലാന ബ്ലോക്ക് ചെയിനിൽ ആ ഒരു ഫാൻറ്റം വാലറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് വെച്ചിട്ട് ടോക്കൺസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൊലാനയുടെ ആ ഒരു ബ്ലോക്ക് ചെയിനിനെ സപ്പോർട്ട് ചെയ്തതിന് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എയർ ഡ്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ടോക്കൺസ് ആണ്. ടോക്കൺസ് പല കമ്പനീസ് ഫ്രീ ആയിട്ട് ടോക്കൺസ് ഉണ്ട്. ആ ഒരു ബ്ലോക്ക് ചെയിനിൽ അത്യാവശ്യം ട്രാൻസാക്ഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫാൻറ്റം വാലറ്റ് വെച്ച് അത്യാവശ്യം ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മതി. പിന്നെ ഒരു പർട്ടിക്കുലർ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവമൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ അത് നോക്കേണ്ട ആവശ്യമുള്ളൂ. ചില എയർ ഡ്രോപ്പിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ പല എയർ ഡ്രോപ്പിനെ കുറിച്ച് നമ്മളൊന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ എലിജിബിൾ ആണോ നോക്കുക. എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. എൻജോയ് ടെക് വിത്ത് SNK. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ എയർ ഡ്രോപ്പ് സീസൺ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിത്ത് എന്ന് പറഞ്ഞൊരു എയർ ഡ്രോപ്പ് വന്നിട്ടാണ്. പിത്ത് നെറ്റ്വർക്കിൻ്റെ എയർ ഡ്രോപ്പാണ്. അപ്പോൾ അത് നിങ്ങൾ ക്ലെയിം അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നറിയാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയോ എന്നറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സെർച്ചിൽ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ലിങ്ക്. എയർ ഡ്രോപ്പ് ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ കറക്റ്റ് ലിങ്ക് തന്നെയല്ലേ നോക്കണം. പിത്ത് നെറ്റ്വർക്ക് എന്നാണ് ആ ഒരു ID. എന്നിട്ട് ഇതിൽ എയർ ഡ്രോപ്പ് ഡോട്ട് പിത്ത് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഫാൻറ്റം വാലറ്റിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫാൻറ്റം വാലറ്റിൽ പേസ്റ്റ് ചെയ്തിട്ട് ഇത് നിങ്ങൾ എതീറിയം പിത്ത് നെറ്റ്വർക്കിലെ എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് എതീറിയം യൂസേഴ്സിനും കിട്ടും. എതീറിയം അത്യാവശ്യം ട്രേഡ് ചെയ്യുന്നവർക്ക് കിട്ടും. പിന്നെ നമ്മുടെ ഏത് വാലറ്റ് ഏത് ബ്ലോക്ക് ചെയിനിലാണ് കുറേ ബ്ലോക്ക് ചെയിൻസ് അവൈലബിൾ ആണ് അതിൽ. അപ്പോൾ അതിൽ എല്ലാ ബ്ലോക്ക് ചെയിൻസിലും ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും വകയായിട്ട് നിങ്ങൾക്ക് പിത്ത് എയർ ഡ്രോപ്പ് കിട്ടും. അത്യാവശ്യം ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ മൾട്ടിപ്പിൾ ബ്ലോക്ക് ചെയിൻസിലുള്ള വാലറ്റ് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ ക്രോമിൽ മെറ്റാമാസ്കും എല്ലാത്തിൻ്റെയും ക്രോം വെബ് എക്സ്റ്റൻഷൻസ് ഡൗൺലോഡ് ചെയ്യുക. സെയ് വാലറ്റിൻ്റെയും സൂയി വാലറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും എക്സ്റ്റൻഷൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒറ്റ വാലറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ തന്നെ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ സൊലാന മാത്രമാണ് കാണിക്കുന്നത്, അതുകൊണ്ട് സൊലാനയെ കൊണ്ട് ഫാൻറ്റം ഇതിൽ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇവിടെ എൻ്റെ വാലറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ ബ്രൗസറിൽ പോയിട്ട് ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് അലോ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് എയർ ഡ്രോപ്പ് ഡോട്ട് പിത്ത് നെറ്റ്വർക്കിൻ്റെ സൈഡിലോട്ട് പോയി. അപ്പോൾ കറക്റ്റ് ലിങ്ക് തന്നെയല്ലേ നോക്കണം. എന്നിട്ട് പ്രൊസീഡ് അടിച്ച് കഴിഞ്ഞ് വെരിഫൈ എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ വാലറ്റ് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ 0 ആണ് കാണിച്ചാണ്. നിങ്ങൾക്ക് പറ്റിയ എയർ ഡ്രോപ്പ് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്ര എണ്ണം കിട്ടുന്ന കാണിക്കും. അപ്പോൾ അതുപോലെ തന്നെ EVM ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എതീറിയത്തിൻ്റെ കണക്ട് ചെയ്യാൻ പറ്റും. എതീറിയത്തിൻ്റെ വാലറ്റ് കണക്ട് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ മൾട്ടിപ്പിൾ വാലറ്റുകൾ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഏതിലെങ്കിലും നിങ്ങൾക്ക് എലിജിബിൾ ആണോ എന്നുള്ളത്. സെയ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ സെയ് ബ്ലോക്ക് ചെയിൻ്റെ, സൂയി ആക്ടിവിറ്റി എന്ന് വെച്ചാൽ സൂയി ബ്ലോക്ക് ചെയിൻ്റെ. അങ്ങനെ ഓരോ ബ്ലോക്ക് ചെയിൻ്റെയിലും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പിത്തിൻ്റെ എയർ ഡ്രോപ്പ് കിട്ടും. ഇവിടെ ലോഗിൻ വിത്ത് സൊലാനോ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. പിന്നെ ക്ലെയിം ടോക്കൺസ് അടിച്ച് കഴിയുമ്പോൾ ക്ലെയിം ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയാണ്. ഈ വാലറ്റുകളെല്ലാം കണക്ട് ചെയ്തിട്ട് നമുക്ക് ലോഗിൻ വിത്ത് സൊലാനോ എടുത്തിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ വാലറ്റിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഡെസ്ക്ടോപ്പിൽ പേസ്റ്റ് ചെയ്തിട്ട് ഈ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് അതിൽ എല്ലാ എക്സ്റ്റൻഷൻസും ഡൗൺലോഡ് ചെയ്യണം. ഇപ്പോൾ സൊലാന ആണെങ്കിൽ ഫാൻറ്റം വാലറ്റ് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടാവണം സീഡ് പ്രൈസ് വെച്ചിട്ട്. പിന്നെ EVM ആണെങ്കിൽ എതീറിയത്തിൻ്റെ വാലറ്റ് അല്ലെങ്കിൽ മെറ്റാമാസ്ക് ട്രസ്റ്റ് വാലറ്റ് പോലത്തെ വാലറ്റ് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് അത് ലോഗിൻ ചെയ്തിട്ടുണ്ടാവണം സീഡ് പ്രൈസ് വെച്ചിട്ട്. പിന്നെ സെയ് ആണെങ്കിൽ സെയ്യുടെ വാലറ്റ്, സൂയി ആണെങ്കിൽ ഗ്ലാസ് വാലറ്റ്, അങ്ങനെ എല്ലാ വാലറ്റുകളും കണക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട്. മൾട്ടിപ്പിൾ വാലറ്റ് കണക്ട് ചെയ്തിട്ട് ഫൈനലി നമ്മൾ സൊലാനയുടെ വാലറ്റ് കണക്ട് ചെയ്യണം ക്ലെയിം ചെയ്യാനായിട്ട്. കാരണം ഇത് സൊലാന ടോക്കണാണ്. അപ്പോൾ ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എയർ ഡ്രോപ്പ് കിട്ടും. ആ എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് സെല് ചെയ്യാവുന്നതാണ്. സൊലാന ബേസ്ഡ് ടോക്കണാണ്. ബാക്കിയെല്ലാ വാലറ്റുകളും കണക്ട് ചെയ്ത് ചെയ്യുക, അതിൻ്റെ ബേസ് ആയിട്ടുള്ള എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് കിട്ടും. ഇനി നമ്മൾ അടുത്ത എയർ ഡ്രോപ്പ് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്തതായിട്ട് വന്നത് ജിട്ടോ എന്ന് പറഞ്ഞ എയർ ഡ്രോപ്പാണ്. ജിട്ടോ എന്ന് പറഞ്ഞ എയർ ഡ്രോപ്പ് എന്ന് വെച്ചാൽ ജിറ്റോസോൾ എന്ന് പറഞ്ഞ എയർ ഡ്രോപ്പ്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലെയിം നോക്കാവുന്നതാണ്. ഇവിടെ എയർ ഡ്രോപ്പ് ക്ലെയിം ഓപ്പൺസ് ഓൺ December 7th അത് ഓപ്പണായി. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജിട്ടോ ടോക്കൺ വിൻഡോ അഡ്രസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ജിട്ടോ .നെറ്റ്വർക്ക് /എയർ ഡ്രോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക്
അത് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് എയർ ഡ്രോപ്പ് ഇല്ല. ഇതും ഇതുപോലെ സെയിം പ്രൊസീജിയർ തന്നെ ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാവുന്നതാണ്. വാലറ്റ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടെങ്കിൽ എലിജിബിൾ എന്ന് കാണിക്കും, ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അത് എനിക്ക് ഇല്ല, എനിക്കത് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇനി മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ജുപ്പിറ്ററിൻ്റെ എയർ ഡ്രോപ്പാണ്. ജുപ്പിറ്റർ എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പൂള് ഉണ്ട്, പിന്നെ നമുക്ക് സ്റ്റേക്കിങ് പോലത്തെ സംഭവമുണ്ട്, പിന്നെ എന്താ ഉള്ളത്, ട്രേഡിങ് ചെയ്യാൻ പറ്റും, സ്വാപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യേണ്ട നമ്മൾ ഏതെങ്കിലുമൊക്കെ ടോക്കൺസ് ഒക്കെ സ്വാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എയർ ഡ്രോപ്പ് കിട്ടും. അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ഇതുവരെ അവർ ലിങ്ക് റിലീസാക്കിയുള്ള, അപ്പോൾ ഇത് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇതും ജിറ്റോയും ഒക്കെ അതിൽ കാണിക്കാണ്ട്. ഒരു അസറ്റ് ഡാഷ് എന്ന് പറഞ്ഞ ഒരു പോർട്ട്ഫോളിയോ ട്രാക്കർ ഉണ്ട്. അതിൽ നിങ്ങൾ ബാലറ്റ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയും ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എയർ ഡ്രോപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എയർ ഡ്രോപ്പും ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ എയർ ഡ്രോപ്പ് ഭാവിയിൽ വരാൻ പോണ എയർ ഡ്രോപ്പ്, ഇത് കൂടാണ്ട് വരാൻ പോണ എയർ ഡ്രോപ്പാണ് ബോങ് എക്സ്മസ്. അതായത് ബോങ് എന്ന് പറഞ്ഞ ടോക്കൺ ഉണ്ട്, അതിൻ്റെ ഒരു എയർ ഡ്രോപ്പും ഉണ്ട്. അപ്പോൾ ഈ ജൂപ്പിറ്ററിൻ്റെ എയർ ഡ്രോപ്പ് അടുത്ത കൊല്ലം സ്റ്റാർട്ടിങ് ജനുവരിയിലൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ അസറ്റ് ഡാഷ് ഉണ്ടെങ്കിൽ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചൊരു അസറ്റ് ഡാഷ് എന്താണെന്നുള്ളത്. അസറ്റ് ഡാഷ് എന്ന് വെച്ചാൽ ഈ കാണുന്ന ഒരു ആപ്ലിക്കേഷനാണ്, അസറ്റ് ഡാഷ്. അതിൽ നിങ്ങൾ ജസ്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 500 കോയിൻ കിട്ടും, അസറ്റ് ഡാഷ് കോയിൻ കിട്ടും. അസറ്റ് ഡാഷ് കോയിൻ വെച്ചിട്ട് നിങ്ങൾക്ക് പല ഡീൽസിൽ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. വൈറ്റ് ലിസ്റ്റ് പർച്ചേസ് ചെയ്യാനും NFT പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ അനുസരിച്ച് നിങ്ങളുടെ ലെവലും മാറും. ഇപ്പോൾ ഇവിടെ അസറ്റ് ഡാഷ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ എൻ്റെ ഒരു ലെവൽ എന്ന് വെച്ചാൽ ഗോൾഡാണ്. അപ്പോൾ ഗോൾഡ് ലെവലിലുള്ള ഡീൽസൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഡീൽസ് എന്ന് വെച്ചാൽ അസറ്റ് ഡാഷിൻ്റെ കോയിൻ വെച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സംഭവമാണ്. അതായത് ഗോൾഡ് ലെവലിലുള്ള ഡീൽസൊക്കെ എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു NFT നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. 2 ലക്ഷം കോയിൻ ഉണ്ടെങ്കിൽ, 2 ലക്ഷം കോയിൻ എനിക്കില്ല, അതുകൊണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അസറ്റ് ഡാഷ് പോർട്ട്ഫോളിയോ ട്രാക്കർ ഉണ്ടെങ്കിൽ പല ഗുണമാണ്. ഇതുപോലത്തെ ഫ്രീ ആയിട്ടുള്ള ഡീൽസ് അവരുടെ കോയിൻസ് വെച്ചിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. കോയിൻസ് എങ്ങനെ നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ ഇവിടെ ഗെയിംസ് ഉണ്ട്. ഗെയിംസിൽ പോയിട്ട് നമുക്ക് ഡെയിലി ഫോർച്യൂൺ കുക്കി എന്ന് പറഞ്ഞാൽ അത് ഡെയിലി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇപ്പം തന്നെ എനിക്ക് 24 കോയിൻ കിട്ടി. പിന്നെ ഇവിടെ നമുക്ക് ലേണിൽ പോയി കഴിഞ്ഞാൽ ക്വിസ് ഉണ്ടാവും. ആ ക്വിസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോയിൻസ് കിട്ടും. കണ്ട 90 കോയിൻ, 60 കോയിൻ. ആ കോയിനൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഡീൽസിൽ പോയിട്ട് ഓരോ സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതല്ല നമ്മുടെ മെയിൻ ടോപ്പിക്ക്, എങ്ങനെ എയർ ഡ്രോപ്പ് നോക്കാന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇമെയിൽ അഡ്രസ്സും പാസ്വേഡൊക്കെ കൊടുത്ത് ഇവിടെ വാലറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആഡ് ന്യൂ കൊടുത്തിട്ട് ഓരോ വാലറ്റുകൾ ആഡ് ചെയ്യാൻ പറ്റും. സൊലാന വാലറ്റ് ആഡ് ചെയ്യാം, എതീറിയം വാലറ്റ് ആഡ് ചെയ്യാം, ഓർഡിനൽസ് ആഡ് ചെയ്യാം. അങ്ങനെ എല്ലാം നമ്മുടെ മെയിൻ വാലറ്റുകൾ ആഡ് ചെയ്യാം. പിന്നെ അല്ലാണ്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് വരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ബാലൻസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പേപ്പാൽ അങ്ങനെ എന്താണ്ടൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. കൊടുത്തിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ചുമ്മാ കൊടുത്തിട്ട് നമുക്ക് ലിങ്ക് ഒന്ന് ചെയ്ത് ജസ്റ്റ് ഒന്ന് അപ്രൂവ് ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല, നമ്മുടെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞതിന് ശേഷം, ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ എയർ ഡ്രോപ്പുകൾ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ ചെയ്യുന്ന സംഭവമാണ് നമ്മൾ ബ്രൗസറിലാണ് പോകേണ്ടത്. എയർ ഡ്രോപ്പ് എന്നൊന്നും അറിയാനായിട്ട് നമ്മൾ members.asset-com എന്ന് പറഞ്ഞ സൈറ്റിലാണ് നമ്മൾ പോകേണ്ടത്. എന്നിട്ട് പോയിട്ട് നമ്മൾ ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യണം. 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എയർ ഡ്രോപ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. എയർ ഡ്രോപ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ജുപ്പിറ്റർ, ഞാൻ പറഞ്ഞ നേരത്തെ ജുപ്പ് എയർ ഡ്രോപ്പില്ലേ, ആ എയർ ഡ്രോപ്പിൻ്റെ നിങ്ങൾക്ക് എലിജിബിൾ ആണോ എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. എനിക്ക് എലിജിബിൾ ആണ്. പിന്നെ ഇവിടെ ജിട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച ജിട്ടോയുടെയും ഇതിൽ കാണാൻ പറ്റും, അത് ഞാൻ എലിജിബിൾ അല്ല. പിന്നെ ഇവിടെ ബോങ് മസ്സിൽ നമുക്ക് എലിജിബിൾ അല്ല, ഞാൻ ബോങ് ലിസ്റ്റിൽ ഇല്ല, അതുകൊണ്ട് ബോങ് മസ്സും എലിജിബിൾ അല്ല. അപ്പോൾ ഇങ്ങനെ പുതിയ എയർ ഡ്രോപ്പ് വരുമ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ എയർ ഡ്രോപ്പാണ് റീസെൻ്റ് ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വല്ലതൊക്കെ എലിജിബിൾ ആണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ജുപ്പ് എയർ ഡ്രോപ്പ് മിക്കവാറും എലിജിബിൾ ആയിരിക്കും. നിങ്ങൾ 200 അത്യാവശ്യം നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഫ്രീ ആയിട്ടുള്ള എയർ ഡ്രോപ്പാണ്, ടോക്കണാണ് കിട്ടുന്നത്. ജുപ്പ് എന്ന് പറഞ്ഞ ടോക്കണാണ് കിട്ടുന്നത്. ബാക്കി പിത്തൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിത്ത് എന്ന് പറഞ്ഞ ടോക്കണാണ് കിട്ടുന്നത്. ജിട്ടോ എന്ന് പറഞ്ഞ ടോക്കണാണ് കിട്ടുന്നത്. എല്ലാത്തിനും വാല്യൂ ഉള്ളതാണ്. ഈ കിട്ടിയ ടോക്കൺസ് ഒക്കെ നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ ജുപ്പിറ്റർ എക്സ്ചേഞ്ചിൽ പോയിട്ട് സ്വാപ്പ് ചെയ്യാം. ജുപ്പിറ്ററിന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നാൽ ജുപ്പിറ്റർ എക്സ്ചേഞ്ചിൽ പോയിട്ട് സ്വാപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ബേഡ്സൈ എന്ന് പറഞ്ഞൊരു ഡീസെൻട്രലൈസ് എക്സ്ചേഞ്ച് ഉണ്ട്, അതിൽ പോയിട്ട് സ്വാപ്പ് ചെയ്യാം. സ്വാപ്പ് ചെയ്യാന്ന് വെച്ചാൽ സ്വാപ്പ് ചെയ്തിട്ട് നമുക്ക് സോളാക്കാവുന്നതാണ്. സോളാക്കിയിട്ട് നമുക്ക് ഫൈനാൻസിലായിട്ട് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള എല്ലാ ഗുണങ്ങളും വരുത്താം. അപ്പോൾ പുതിയ വീഡിയോസ് തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.